സോ അപ്പൊ നമ്മള് കുറച്ച് അപ്ഡേറ്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ കുറച്ച് ഹോട്ടായിട്ടുള്ള അപ്ഡേറ്റ്സ് നോക്കിയാലോ. ഓക്കെ, ഇപ്പൊ എന്താ നമ്മുടെ എമ്പുരാനാണ് ഇപ്പോൾ റണ്ണിങ് സക്സസ്ഫുള്ളി ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ റീസെന്റ് പ്രണവ് മോഹൻലാലിന്റെ പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു, പ്രണവ് മോഹൻലാൽ സ്റ്റീഫൻ എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ റീസെന്റ് ഒരു പോസ്റ്ററും കൂടി പോസ്റ്റർ വന്നിട്ടുണ്ട്, ഷെൻ ലോങ് ഷെൻ എന്ന് പറഞ്ഞിട്ട് ഷെൻറാഡിന്റെ ആള് പറഞ്ഞിട്ട് പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ റിക്യൂൺ ആരാണെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് വിചാരിക്കുന്നു. അയാളൊരു ചൈനീസ് റെസ്റ്റോറന്റ് ഷെഫോ അയാളൊരു ഡ്രൈവറോ ഒന്നല്ല, അയാള് വലിയൊരു ആക്ടറാണ്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസുമായിട്ടുള്ള സിനിമയും ഡേ അനദർ ഡേ എന്ന് പറഞ്ഞ സിനിമയും അതേപോലെ തന്നെ ഈ ഫാളൻ സീരീസ്, അതായത് ഒളിമ്പസ് ഹാസ് ഫാളൻ, ലണ്ടൻ ഹാസ് ഫാളൻ എന്ന് പറഞ്ഞ സീരീസിലത്തെ പ്രധാനപ്പെട്ട വില്ലൻ കൊറിയൻ ഗ്യാങ്ങിന്റെ മെയിൻ വില്ലനായിട്ട് അയാൾ അഭിനയിച്ചിട്ടുണ്ട്. അയാൾ അറിയാം. നമ്മുടെ ലൂസിഫർ ഫ്രാഞ്ചൈസിയുടെ അവസാനത്തെ ഭാഗമായിട്ടുള്ള L3 പടത്തിന്റെ നെയിം ഓൾറെഡി എന്താ പറയാ പടത്തിന്റെ അവസാന സോങ്ങിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രൊഡ്യൂസറും ഓൾമോസ്റ്റ് ഇത് കൺഫേം ചെയ്തു, മ്യൂസിക് ഡയറക്ടറും കൺഫേം ചെയ്തു. പടത്തിന്റെ ഒരു അസ്രയേൽ എന്നാണ് പറഞ്ഞിട്ട്. എന്താണ് അസ്രയേൽ? ഈ L3 അസ്രയേൽ എന്ന് പറയുമ്പോൾ ഈ അസ്രയേലിന്റെ കാര്യം മോഹൻലാൽ തന്നെ എൻപുരാനില് ചില ഡയലോഗ്സ് ആയിട്ട് അതിന്റെ ക്ലൂ ഒക്കെ നമുക്ക് തരുന്നു. കറുത്ത മാലാഖ എന്നുള്ള തരത്തിലുള്ള പരദേശിൽ നിന്ന് പുറത്താക്കപ്പെട്ടതോ അല്ലാതായിട്ടുള്ളതോ ദൈവം കടന്നു ചെല്ലാൻ മടിക്കുന്ന സ്ഥലത്തേക്ക് പറഞ്ഞയച്ചപ്പെട്ട ആള്. അപ്പൊ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. അപ്പൊ ആശ്രയം എന്നുള്ളതിന്റെ മീനിങ് എന്താണെന്ന് അറിയാണ്ടിരിക്കുന്നല്ല, ഇപ്പൊ കറക്റ്റ് പവർഫുൾ ആയിട്ടൊരു ടൈറ്റിലായിട്ട് അത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എമ്പുരാന് ശേഷം ലൈക്കട വരാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് ഇന്ത്യൻ 3 ആണ്. ഇന്ത്യൻ 3 ക്രിസ്മസ് റിലീസ് ആയിട്ടാണ് അവർ. ഇന്ത്യൻ 3ക്ക് എന്തോ ഒരു പാച്ച് വർക്കും കൂടി ഉണ്ട്, ഒരു 23 ദിവസത്തെ പാച്ച് വർക്കും കൂടി ഉണ്ട് ഇന്ത്യൻ 3ക്ക് എന്ന് കേൾക്കുന്നു. അപ്പൊ ക്രിസ്മസ് റിലീസ് ആയിട്ട് അവർ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടെ അത് ഈ 23 ദിവസത്തെ പാച്ച് വർക്കിന് ഒരു ഹ്യൂജ് ബഡ്ജറ്റ് തന്നെ വരുന്നുണ്ട് എന്ന് കേൾക്കുന്നു. ശങ്കർ എന്ന് പറഞ്ഞാലേ ഹ്യൂജ് ബഡ്ജറ്റ് ആണല്ലോ. അതെ, അവരെ സംബന്ധിച്ചിടത്തോളം ആ സിനിമ റിലീസ് ചെയ്തേ പറ്റുള്ളൂ. അത് ഇപ്പൊ റീസെന്റ് OTT റിലീസ് ഒക്കെ ആണെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ തിയേറ്റർ റിലീസ് തന്നെ പ്ലാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ നമ്മുടെ ലൈക്കട വരാൻ പോകുന്ന പടം ജേസൺ സഞ്ജയ്, നമ്മുടെ വിജയുടെ മകൻ ഡയറക്ട് ചെയ്യാൻ പോകുന്ന പടമാണ്. നമ്മുടെ സന്ദീപ് കിഷാനാണ് പടത്തിൽ നായകനായിട്ട് അഭിനയിക്കുന്നത്. അപ്പൊ ഇതോട് കൂടിയിട്ട് ലൈക്ക പ്രൊഡക്ഷൻസ് അവർ പ്രൊഡക്ഷൻ നിർത്തുന്ന ഒരു വാർത്ത കേട്ടിരുന്നു. പക്ഷെ അതല്ലാതെ തന്നെ അവർ ഈ 2 വലിയ ഹ്യൂജ് സ്റ്റാർസിനെ വെച്ചിട്ട് സിനിമ കേൾക്കുന്നുണ്ട്. അവർക്കൊരു സക്സസോട് കൂടിയിട്ട് ഈ വെഞ്ചർ അവസാനിപ്പിക്കണം എന്നുള്ള ചിലപ്പോൾ ആഗ്രഹം, അല്ലെങ്കിൽ ആ സക്സസോട് കൂടിയിട്ട് അവരത് തുടരുമോ എന്നുള്ളത് നമുക്ക് പറയില്ല. ഇപ്പോ സുഭാസ്കരൻ അള്ളിരാജ എന്ന് പറഞ്ഞ അതിന്റെ സിഇഒക്ക് ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് അല്ലാതെ അദ്ദേഹത്തിന്റെ വേറെ ചില ബിസിനസ്സുകളിലും ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കേൾക്കുന്നു. അതാണ് ഇപ്പൊ ലൈക്ക് എങ്ങനെ ഷട്ട് ഡൗൺ ചെയ്യാനുള്ള ഒരു തീരുമാനം വരാനുള്ള കാരണം. അതെ അതെ, ഇപ്പോൾ ലൈക്കയുടെ കാര്യം നോക്കുകയാണെങ്കിൽ രജനികാന്ത്, കമൽഹാസൻ, അജിത്ത്, വിജയ്, സൂര്യ എല്ലാ സ്റ്റാർസിന്റെ ഇവിടെ ഒരു ഫിലിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വലിയ സ്റ്റാർ എന്ന് പറയുമ്പോൾ അത് ആര് വേണമെങ്കിലും ആവാം, കാരണം എല്ലാവരും ഡേറ്റ് കൊടുക്കാതിരിക്കില്ലല്ലോ. അപ്പൊ ഇതൊരു നല്ല ഫിലിം ആവട്ടെ, നല്ലൊരു പ്രൊഡക്ഷൻ ഹൗസ് ആണ്. കാരണം കത്തി പോലത്തെ സിനിമ വരെ ഭാഗത്ത് ഉണ്ടായതാണ്. അവർക്ക് അതേപോലെ കത്തിക്ക് ശേഷം അതുപോലൊരു വിജയം അവർക്ക് വന്ന സിനിമ എന്നുള്ളത് അതേപോലെ. പിന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫിലിംസിൽ നോക്കുമ്പോൾ വലിയ ബഡ്ജറ്റുള്ള ഫിലിംസ് ഒക്കെ ചെയ്യാൻ പറ്റിയ പ്രൊഡക്ഷൻ ഹൗസ് PS 2.0 പോലത്തെ വലിയ ഫിലിംസ് ചെയ്തത്. അപ്പൊ അങ്ങനത്തെ പ്രൊഡക്ഷൻ ഹൗസ് ഒരിക്കലും നിന്ന് പോകാൻ പാടില്ല. അപ്പൊ അവര് നല്ല സിനിമ ചെയ്യട്ടെ, കൺസിസ്റ്റന്റ് ആയിട്ട് നല്ല പടങ്ങൾ അവർ ചെയ്യട്ടെ. ഉള്ള സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് കൈദി 2 എന്ന് പറഞ്ഞാലും അതിൽ ഒരു തർക്കമില്ല. LCUവിനെ സംബന്ധിച്ചിടത്തോളം, ലോകേഷ് കനഗാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആക്കിയത് കൈദിയാണ്. അപ്പൊ കൈദി 2ന്റെ റിലീസ് നീണ്ടുപോകാനും ഇതിനൊക്കെ കാരണമായത് അതിന്റെ ഇടയിൽ വന്ന പല പ്രൊജക്റ്റാണ്. ഇപ്പോൾ കൂലി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കൈദി 2 സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത് വന്നിട്ടുണ്ട്. കൈദി 2 അപ്ഡേറ്റ് ആയിട്ട് ഇപ്പൊ പുതിയൊരു സംഗതി വന്നിട്ടുള്ളത് KVN അതിലേക്ക് വന്നു എന്നുള്ളതാണ്. അതായത് ടോക്സിക്കും ജനനായകനൊക്കെ അവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന അവര് അങ്ങനത്തെ ഒരു വലിയ പ്രൊഡക്ഷൻ ഹൗസ് ഈ കൈദി 2ലേക്ക് വന്നത് ആ പ്രൊജക്ട് ഒരു ചെറിയ പ്രൊജക്ട് അല്ല എന്നുള്ള തരത്തിലേക്ക്. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോളക്സ് ഫിലിം ഉണ്ടല്ലോ, സ്റ്റാൻഡ് ലോൺ ഫിലിം, LCUത്തെ ആദ്യത്തെ സ്റ്റാൻഡ് ലോൺ ഫിലിം, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് KVN ആണ്. അപ്പോ കഴിഞ്ഞ ഫെബ്രുവരി 2025 ഫെബ്രുവരിയിൽ അവരെന്റെ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ തണുപ്പനായിട്ട് പറയല്ലോ, റോളക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ആൾക്കാര്. വിക്രം എന്ന് പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഇപ്പോഴും അത് റോളക്സ് ആണ്. റോളക്സിന്റെ വന്ന ഇമ്പാക്ട് നമുക്ക് പറഞ്ഞറിയാം. റോളക്സിന്റെ ഒരു സ്റ്റാൻഡ് അലോൺ ഫിലിം, LCUവിന്റെ ഫസ്റ്റ് സ്റ്റാൻഡ് അലോൺ ഫിലിം എന്ന് പറഞ്ഞത് അത് വലിയൊരു അപ്ഡേറ്റ് ആണ്. അത് അതെ അതെ. പിന്നെ സൂര്യയുടെ അത് എത്രാമത്തെ പടമായിട്ട് പ്ലാൻ ചെയ്തു? സൂര്യ 50ാമത്തെ സിനിമയായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. സിങ്ക് ആയിരുന്നു. പുള്ളിയുടെ കുറെ പടങ്ങൾ വർക്കായില്ല. അപ്പൊ മൂപ്പർക്ക് ആ നമ്പർ
കുറച്ച് ഗംഭീരാക്കണം എന്നുള്ളത് ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. അല്ല, ഇതിലിപ്പോ വെങ്കി അട്ലൂരിയുടെ 46ാമത്തെ സിനിമ, അതായത് നമ്മളെ ലക്കി ഭാസ്കർ വാത്തിയൊക്കെ എടുത്ത അദ്ദേഹത്തിന്റെ സിനിമയായിട്ട് അവരിപ്പോ സിത്താര കമ്പനി അത് ജോയിൻ ചെയ്തിട്ട് അത് വലിയൊരു സിനിമ ആയിരിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യക്ക് തെലുങ്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ, സൂര്യക്ക് തെലുങ്ക് ഓഡിയൻസിന്റെ ഇടയിൽ ഭയങ്കര ഒരു മാർക്കറ്റ് ഉണ്ട്. സൂര്യക്കും കാർത്തിക്കും ഒരേപോലെ നല്ല മാർക്കറ്റുള്ള ആൾക്കാരാണ്. അപ്പൊ അവര് ജോയിൻ ചെയ്യുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ സൂര്യ 46 അതിന് വലിയൊരു സിനിമ തന്നെയാണ്. ആണ്. ഈ സൂര്യ 46 ഏത് ഡയറക്ടർ ആയിരിക്കും എന്നുള്ളതൊരു വലിയ ചർച്ച ഉണ്ടായിരുന്നു. കാരണം അതൊരു തമിഴ് ഡയറക്ടർ അല്ലെന്നുള്ള കാര്യം ഓൾമോസ്റ്റ് ഉറപ്പായിരുന്നു. അപ്പൊ അതിൽ പല പേരും വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ അമൽ നീരദ് വന്നിട്ടുണ്ടായിരുന്നു, ബേസിൽ ജോസഫ് വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ നാരദൻ മഫ്തിയുടെ ഡയറക്ടർ പുള്ളിയുടെ പേര് വന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ആണ് വെങ്കേറ്റിയുടെ പേര് വന്നിട്ടുണ്ടായിരുന്നത്. ആ സിനിമയിൽ ഒരു മലയാളി നടി ജോയിൻ ചെയ്യേണ്ടത് ഓക്കെ, അങ്ങനെ ഒരു വാർത്തയും കൂടി കേൾക്കുന്നുണ്ട്. അത് കേൾക്കുന്നുണ്ട്. അത് മമിത ബൈജു സത്യം പറഞ്ഞ സൂര്യയോടൊപ്പം ആദ്യം അഭിനയിക്കേണ്ട ഒരു ഭയങ്കര ഡൈഹാർട്ട് ഫാൻ. പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു വണങ്കാൻ സിനിമയിലായിരുന്നു. സൂര്യ ആ പ്രൊജക്റ്റിൽ നിന്ന് വാക്കൗട്ട് ചെയ്ത പോലെ തന്നെ മമിത ബൈജും കംപ്ലീറ്റ് കാസ്റ്റ് മാറ്റി അതിന് വാക്കൗട്ട് ചെയ്ത് പോയതാണ് ആ പ്രൊജക്റ്റ്. സൂര്യയുടെ റിലീസ് ആവാൻ പോണ സിനിമ റെട്രോ ആണ്. അത് പുതിയൊരു റെട്രോയുടെ ഡബിങ് കഴിഞ്ഞതിന്റെ ഒരു ട്വിറ്ററിൽ കാർത്തിക് സുബ്രാജും സൂര്യൻ കൂടിയിട്ട് ഒരു വീഡിയോ ആയിട്ടും ഒരു ഫോട്ടോ ആയിട്ടും അതിന്റെ ഡബിങ് അതിന്റെ മെയ് 1-ാം തീയതി ആണല്ലോ സിനിമ റിലീസാണ്. മെയ് 1-ാം തീയതി സിനിമ റിലീസ് ആവണത് വേറൊരു തരത്തിലാണ്. സിനിമയുടെ ഷോർട്ട് ടൈം എങ്ങനെയാണ്? വേൾഡ് വൈഡ് ആയിട്ട് അത് ഇവിടുത്തെ പല ആൾക്കാർക്ക് അമർഷമുണ്ട്. കാരണം എല്ലാവർക്കും 4 മണി ഫാൻ ഷോ അങ്ങനെയൊക്കെ വേണമെന്നുള്ള എല്ലാവർക്കും ആഗ്രഹമുള്ള. പക്ഷെ വേൾഡ് വൈഡ് ഫിലിം 9 മണിക്കാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ 9 മണിക്കുള്ള ഷോ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ അവർക്ക് സ്പോയിൽ ആവണ്ടെന്ന് വിചാരിച്ചായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടായിരിക്കാം, നമുക്കറിയില്ല കേട്ടോ. പിന്നെ ആ സിനിമയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പൂജ ഹെഡ്ജ് ആദ്യമായിട്ട് അവർ ഓൺ വോയിസിൽ ഡബ് ചെയ്യുന്ന ഫിലിമാണ് അത്. അതും ആ സിനിമ 3 ഭാഷയിൽ റിലീസ് ചെയ്യേണ്ട, 3 ഭാഷയിലും അവരാണ് ഓൺ വോയിസിൽ ഡബ് ചെയ്യണത്. അതൊരു അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ മെയ് 1-ാം തീയതി സിനിമ റിലീസ് ആവുന്നത്. ഇപ്പൊ ഏറ്റവും ഹോട്ടായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന് പറഞ്ഞ സ്പൈഡർമാൻ 4ന്റെ അപ്ഡേറ്റ് ആണ്. അതെ, സിനിമയെ സംബന്ധിച്ചിടത്തോളം കുറെ എക്സ്പെക്ടേഷൻ ഉണ്ട്. അതായത് ഇപ്പോ ലാസ്റ്റ് വന്ന സ്പൈഡർമാൻ എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കി, അത് മൾട്ടിവേഴ്സിന്റെ എന്തൊക്കെ സാധ്യതകൾ, വലിയൊരു സിനിമ ആയിരുന്നു അത്. അപ്പോ ആ സിനിമയില് ക്യാരക്ടേഴ്സ് ഒന്നും ഇപ്പൊ വലിയതായിട്ട് റിലീവ് ഇതായിട്ടില്ല. പക്ഷെ ഈ മൾട്ടിവേഴ്സ് എന്നുള്ളൊരു സംഗതി ഉള്ളത് കാരണം കൊണ്ട് ആരൊക്കെ വന്നിട്ട് വേണമെങ്കിലും അതിൽ അഭിനയിക്കുക എന്നുള്ളതുണ്ട്. ഇപ്പോ സ്ട്രേഞ്ചർ തിങ്സിൽ അഭിനയിക്കുന്ന സാഡി സിംഗ് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അതേമാതിരി വിൽ സ്മിത്തിന്റെ മകൻ ജേഡൻ സ്മിത്ത് മൈൽസ് മൊറാൽസ് ആയിട്ട് അഭിനയിക്കുന്നുണ്ട്. നിക്കോളാസ് കേജ് ആണ് നോർമൻ ഓസ്ബോൺ ആയിട്ട് അഭിനയിക്കണമെന്ന് പറയുന്നത്. നിക്കോളാസ് കേജ് മാർവലിൽ എല്ലാവർക്കും ഓൾറെഡി അറിയാം, ഗോസ്റ്റ് റൈഡർ ആയിട്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഹാരി ഓസ്ബോൺ ആയിട്ട് ജെസ്സി എസൻബർഗ് അഭിനയിക്കുന്നു കേൾക്കുന്നു. ഡിസിയിലും മാർവലിലും ഒരേപോലെ അഭിനയിക്കാൻ കിട്ടിയ ആൾക്കാരാണ് അവർക്ക്. അപ്പൊ അത് സ്പൈഡർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അപ്ഡേറ്റ് ഇപ്പൊ വന്നതിൽ ഏറ്റവും വലിയ അപ്ഡേറ്റ് സ്പൈഡർമാൻ. അൺഎക്സ്പെക്ടഡ് അനൗൺസ്മെന്റ് ആയിരുന്നു. ഇപ്പൊ പെട്ടെന്നൊരു അനൗൺസ്മെന്റ് വന്ന് സിനിമ 2026 ജൂലൈയിൽ റിലീസ് ചെയ്യും എന്നുള്ള ഒരു പോസ്റ്ററാണ്. കാരണം ഓൾറെഡി മാർവലിന്റെ അപ്കമിങ് ബിഗ് പ്രൊജക്ട് ആയിട്ട് ഡൂംസ്ഡേയുടെ കാസ്റ്റിംഗ് റിവ്യൂല് റീസെന്റ് നടന്നിട്ടുള്ളൂ. അതങ്ങോട്ട് ട്രെൻഡിങ് ആവുമ്പോഴേക്കും അതിനെക്കാട്ടി വലിയൊരു അനൗൺസ്മെന്റ് ആയിരുന്നു സ്പൈഡർമാൻ. ഇനിയിപ്പോ ഈ 2 സിനിമയിൽ ആദ്യം ഏത് റിലീസ് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. കാരണം ഒന്നിന്റെ കഥാസന്ദർഭം അനുസരിച്ച് മറ്റേതിന് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു സിനിമയ്ക്കായിരിക്കും മെയിൻ ആയിട്ടുള്ള നമ്മുടെ സീക്രട്ട് വേൾഡ്സിലേക്കുള്ളത് എത്തിക്കുക. അത് മിക്കവാറും ഐ തിങ്ക് ഡൂംസ്ഡേ ആയിരിക്കും. അതിനുള്ള സംഭവങ്ങളായിരിക്കും ഇതിൽ ഇടുണ്ടാവുക തീർച്ചയായിട്ടും. അതെന്തായാലും അടുത്ത വർഷം ജൂലൈയിലെ റിലീസ് വരുന്നത്. ഓൾമോസ്റ്റ് അതേ സമയത്ത് നമ്മുടെ അനിമേഷൻ സ്പൈഡർമാന്റെ മൈൽസ് മൊറാൽസിന്റെ ഫിലിം വരുന്നത്. എന്തായാലും അടുത്ത വർഷം നമ്മൾ മാർവൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വർഷമായിരിക്കും കാര്യം ഉറപ്പാണ്. കാരണം ഒരു അവഞ്ചേഴ്സ് ഫിലിം ഉണ്ട്, ഒരു സ്പൈഡർമാൻ മൾട്ടിവേഴ്സ് ഫിലിം ഉണ്ട്. നമുക്ക് അതിൽ എല്ലാവരും എക്സ്പെക്ട് ചെയ്യാം. ഇനി എന്റെ ആഗ്രഹം പറഞ്ഞത് ടോബിനെ ആൻഡ്രോയിഡിനൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം.